ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് കണ്ടൻസേഷൻ പോളിമർ കാണാം, ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. ഓക്കെ, അപ്പോൾ കണ്ടൻസേഷൻ പോളിമേഴ്സിൽ പോളിയെസ്റ്റേഴ്സ് നമ്മൾ കണ്ടു, പോളിയമൈഡ്സ് കണ്ടു. അടുത്ത കാറ്റഗറിയാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ. They are formed by the condensation reaction between phenol or substituted phenol with formaldehyde in presence of acidic or basic catalyst. അപ്പോൾ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, ആ പേരിൽ നിന്ന് തന്നെ അറിയാം, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കണ്ടൻസേഷൻ ബിറ്റ്വീൻ ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഫീനോളും ബെൻസീൻ റിങ്ങിൽ ഒരു OH ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടിനെയാണ് ഫീനോൾ എന്ന് പറയുന്നത്. ഫോർമാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ HCHO. ഓക്കെ, ആൽഡിഹൈഡാണ്. ഒരു കാർബണാറ്റമുള്ള ആൽഡിഹൈഡിനെയാണ് നമ്മൾ ഫോർമാൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫീനോളും ഫോർമാൽഡിഹൈഡും കണ്ടൻസ് ചെയ്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നടക്കാം, അസിഡിക് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നടക്കാം, അതും അല്ലെങ്കിൽ ബേസിക് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ നടക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഫീനോളും ഫോർമാൽഡിഹൈഡും കൂടെ റിയാക്ട് ചെയ്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. ഇതെന്തുവാണ്, ഹൈഡ്രോക്സി ബെൻസോഫിനോൾ, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. സോറി, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോൾ. ഇവിടെ OH ഗ്രൂപ്പുള്ള CH2OH, ബെൻസീൻ റിങ്ങിൽ CH2OH എന്നാൽ ബെൻസൈൽ ആൽക്കഹോളാണ്. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോൾ ഫോം ചെയ്യും. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ഓർത്തോ ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോളാണ് ശരിക്കും മോണോമർ. ഈ മോണോമർ ഫർദർ ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്ത് ഇതുപോലത്തെ ഒരു ലിങ്കിങ് മെത്തിലീൻ ബ്രിഡ്ജ് ഫോം ചെയ്യും. CH2 എന്ന് പറയുന്നത് നമുക്ക് മീഥൈൽ എന്ന് വിളിക്കാം, അതല്ലെങ്കിൽ മെത്തിലീൻ എന്ന് വിളിക്കാം. ഈ മെത്തിലീൻ ബ്രിഡ്ജ് ഒരു രണ്ട് ഫിനോൾ മോളിക്യൂൾസിനെ ബ്രിഡ്ജ് ചെയ്യാണ്, അല്ലേ? ഒരു പാലം ഇട്ടതുപോലെയാണ്, രണ്ട് ഫിനോളിൻ്റെ ഇടയ്ക്ക് ഒരു പാലം. അപ്പം ഇത് അതുകൊണ്ട് ഇതിനെ ബ്രിഡ്ജ്ഡ് മെത്തിലീൻ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പം ആദ്യം ഫിനോളും ഫോർമാൽഡിഹൈഡും കൂടെ റിയാക്ട് ചെയ്ത് ഒരു ഓർത്തോ ഹൈഡ്രോക്സി ബെൻസൈൽ ആൽക്കഹോൾ ഉണ്ടാകും. അത് വീണ്ടും ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്ത് ഇതുപോലത്തെ ഒരു ഡൈമർ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഓർത്തോ ഐസോമറാണ്. ഇത് ഈ ഓർത്തോ ഹൈഡ്രോക്സി തന്നെ ആവണമെന്നില്ല. ഓക്കെ, പാരാഹൈഡ്രോക്സിയും ഉണ്ടാകാം. അപ്പോൾ ഓർത്തോ ഹൈഡ്രോക്സി ആണോ പാരാഹൈഡ്രോക്സി ആണോ എന്നുള്ളത് റിയാക്ഷൻ കണ്ടീഷൻസിനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട്, ഓർത്തോ ഈസ് ഷോൺ, പാര ഈസ് ഓൾസോ ഫോംഡ്. അതായത് ഇവിടെയാണ് CH2OH വരുന്നതെങ്കിൽ അതിനെ പാരാ ഐസോമർ എന്ന് പറയും. അപ്പോൾ ഈ ബ്രിഡ്ജ് പാരാ പൊസിഷനിലും വരാം. ഓക്കെ, ഓർത്തോ പൊസിഷനിൽ മാത്രമല്ല പാരാ പൊസിഷനിലും വരാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഈ ഡൈമർ ഒരു ഫോർമാൽഡിഹൈഡ് മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും ഇവിടെ ഒരു CH2OH ഗ്രൂപ്പ് ഫോം ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. CH2OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അത് റിയാക്ട് വിത്ത് ഫീനോൾ. ഇങ്ങനെ ഫീനോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെത്തിലീൻ ബ്രിഡ്ജ് ഫോം ചെയ്യും. മെത്തിലീൻ ബ്രിഡ്ജ് ഫോം ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഫോർമാൽഡിഹൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പം ഓർത്തോ പൊസിഷനിൽ CH2OH ഗ്രൂപ്പ് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ CH2OH ഗ്രൂപ്പ് will further react with phenol and this process continues. അപ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ലീനിയർ പോളിമർ ഫോം ചെയ്യുന്നത് പോലെയാണ്. ഓക്കെ, ഈ ലീനിയർ പോളിമറിനെയാണ് നമ്മൾ നോവോലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നോവോലാക്ക് അസിഡിക് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് ഉണ്ടാകുന്നത്. നോവോലാക്ക് ഈസ് എ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ, ലീനിയർ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ formed when the formaldehyde to phenol molar ratio of less than 1 and in presence of acidic catalyst. എന്ന് വെച്ചാൽ ഫീനോള് എക്സസ് ആണ്. ഫീനോൾ ടു ഫോർമാൽഡിഹൈഡ് ടു ഫീനോൾ റേഷ്യോ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫോർമാൽഡിഹൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഫീനോൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആവണമെങ്കിൽ ഫോർമാൽഡിഹൈഡിൻ്റെ എമൗണ്ട് കുറവായിരിക്കണം, അല്ലെങ്കിൽ ഫീനോളിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കണം. അപ്പം ഫീനോള് എക്സസ് ആയിട്ട് എടുക്കുകയും അസിഡിക് കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിനെ നോവോലാക്ക് എന്ന് പറയും. ഇവിടെ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, ദിസ് ഇസ് നോവോലാക്ക്. ഒരു ലീനിയർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ് നോവോലാക്ക്. ഇനി ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ബേസിക് ആണെന്ന് വിചാരിക്കാം. ബേസിക് ആണ്, നമ്മൾ ഫോർമാൽഡിഹൈഡ് ആണ് എക്സസ് ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ ഫോം ചെയ്യുന്ന പോളിമറിനെ റിസോൾ എന്ന് പറയും. RESOLE, റിസോൾ. ഓക്കെ. ബേസ് കാറ്റലൈസ്ഡ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻസ് ആർ മെയ്ഡ് വിത്ത് എ ഫോർമാൽഡിഹൈഡ് ടു ഫീനോൾ റേഷ്യോ ഓഫ് ഗ്രേറ്റർ ദാൻ 1. എക്സസ് ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുമ്പോൾ വരുന്നതിനെയാണ് റിസോൾ എന്ന് പറയുന്നത്. എക്സസ് ഫോർമാൽഡിഹൈഡ് ഉപയോഗിക്കുമ്പോൾ ഓർത്തോ പൊസിഷനിൽ മാത്രമല്ല പാരാ പൊസിഷനിലും ഈ മെത്തിലീൻ ബ്രിഡ്ജസ് ഫോം ചെയ്യാം. അപ്പം മെത്തിലീൻ ബ്രിഡ്ജസ് പാരാ പൊസിഷനിൽ ഫോം ചെയ്യുമ്പോഴാണ് റിസോൾട്സ് ഉണ്ടാവുന്നത്. അതും ലീനിയർ തന്നെയായിരിക്കും, പക്ഷെ ഓർത്തോ ആയിരിക്കില്ല, പാരാ പൊസിഷനിലായിരിക്കും മെത്തിലീൻ ബ്രിഡ്ജ് ഫോം ചെയ്യും. ഇനി അടുത്തതാണ് ബേക്കലൈറ്റ്. ബേക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ when the molar ratio of formaldehyde to phenol reaches 1. അപ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് ഫോർമാൽഡിഹൈഡും ഫീനോളും കൂടിയാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ in theory every phenol is linked via methylene bridges generating one single molecule and the system is entirely cross-linked. അപ്പം നമ്മൾ ഫോർമാൽഡിഹൈഡും ഫീനോളും ഈക്വൽ എമൗണ്ടിലാണ് എടുക്കുന്നതെങ്കിൽ എല്ലാ ഫീനോളും ഒരു മെത്തിലീൻ ബ്രിഡ്ജ് വഴി ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു ഫോർമാൽഡിഹൈഡിന് ഒരു മെത്തിലീൻ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ എല്ലാ ഫീനോളും ഇതുപോലെ മെത്തിലീൻ ബ്രിഡ്ജ് വഴി ലിങ്ക് ചെയ്ത് കഴിയുമ്പം ലീനിയർ പോളിമർ അല്ല, ഒരു ക്രോസ് ലിങ്ക്ഡ് പോളിമറാണ് ഫോം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ നോവോലാക്. ഓക്കെ, അപ്പോൾ പാരാ പൊസിഷനിലും മെത്തിലീൻ ബ്രിഡ്ജ് ഉണ്ട്, ഓർത്തോ പൊസിഷനിലും മെത്തിലീൻ ബ്രിഡ്ജ് ഉണ്ട്. ഇതൊരു ബെൻഡ് സ്ട്രക്ചറാണ്. ലീനിയർ എന്ന് നമുക്ക് നേരിട്ട് പറയുന്നത് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് വൺ ഡയമെൻഷനലാണ്. ലീനിയർ എന്നും സ്ട്രെയിറ്റ് എന്നും പറയാൻ പറ്റില്ല, വൺ ഡയമെൻഷണൽ പോളിമറാണ്. പക്ഷെ ബേക്കലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, എല്ലാ ഫീനോൾ മോളിക്യൂളും മെത്തിലീൻ ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്രോസ് ലിങ്കിങ് ഉണ്ടായിട്ടുണ്ട്. ഈ സ്ട്രെയിറ്റ് ചെയിനിൽ മാത്രമല്ല, ഇങ്ങനെ ഇന്റർ ചെയിൻ ബ്രിഡ്ജസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിനെയാണ് ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബേക്കലൈറ്റ് ഫോം ചെയ്യണമെങ്കിൽ ഫീനോൾ ടു ഫോർമാൽഡിഹൈഡ് റേഷ്യോ ഈസ് 1. നോവോലാക് ആണെങ്കിൽ എന്താണ് എക്സസ് ആയിട്ട് വരുന്നത്? ഫോർമാൽഡിഹൈഡ് എക്സസ് ആയിട്ട് വരും. ഇനി മറ്റേ നമ്മുടെ നോവോലാക് ആണെങ്കിൽ ഫീനോള് എക്സസ് ആയിട്ട് വരും. റിസോൾ ആണെങ്കിൽ ഫോർമാൽഡിഹൈഡ് എക്സസ് ആയിട്ട് വരും. അപ്പം ഇതിനെയാണ് നമ്മൾ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഈ ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻസിനെ നമ്മൾ PF റെസിൻസ് എന്ന് പറയും. ഈ PF റെസിൻസ്, നോവോലാക്, റിസോൾസ്, ബേക്കലൈറ്റ് ഇതെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും നോവോലാക്കും റിസോളും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ they get converted into bakelite. All the 3 are thermosetting polymers. Okay, thermosetting polymers, thermosetting plastics and thermoplastics ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഇതെല്ലാം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണ്. ഓക്കെ, അപ്പം ഈ നോവോലാക്ക് നമുക്ക് they can be used in binders, paints, molded pieces, laminated plastics and adhesives. ഇതെല്ലാം തന്നെ അഡസീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. നോവോലാക്ക് പർട്ടിക്കുലർലി യൂസ്ഡ് ഇൻ പെയിൻറ്റിലും ലാമിനേറ്റഡ് പ്ലാസ്റ്റിക്സിലും ഒക്കെയാണ് നമ്മൾ നോവോലാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി റിസോൾ എന്ന് പറഞ്ഞാൽ റിസോളും അഡഹസീവ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഈ അഡഹസീവ് എന്ന് പറഞ്ഞാൽ പശ എന്ത് ഒട്ടിക്കാനാണ് റിസോൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ നമ്മൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ റിസോൾസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ സർക്യൂട്ട് ബോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, സർക്യൂട്ട് ബോർഡ്സ് ഒക്കെ ഒട്ടിക്കാനായിട്ട് നമ്മൾ ഈ റിസോൾസ് ആണ് അഡ്ഹസീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ബേക്കലൈറ്റ് ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ നോവോലാക്കും റിസോളും ഒക്കെ ഹീറ്റ് ചെയ്താൽ ദേ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ബേക്കലൈറ്റ്. അപ്പോൾ ബേക്കലൈറ്റ് നമ്മൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സ്. അപ്പോൾ സ്വിച്ചും പ്ലഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്, സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത് ബേക്കലൈറ്റ് ആണ്. അതേപോലെ തന്നെ ബട്ടൺ, ടോയ്സ്, ടെലിഫോൺ ഇൻസ്ട്രുമെൻറ്റ്സ്,
ലാമിനേറ്റഡ് ഷീറ്റ്സ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുന്ന ഇതിനെല്ലാം ബേക്കലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഉണ്ടാക്കാനാണ് യൂഷ്വലി ബേക്കലൈറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റോക്കറ്റ് പാർട്സ്, അങ്ങനെയുള്ള റോക്കറ്റിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ബേക്കലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫീനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻസിൻ്റെ മെയിൻ യൂസ്.